going to discuss second part of plant kingdom, that is bryophytes. Here also I am discussing only that particular topic which are mentioned in focus area, which are required for your the coming exam, Kerala board +1 exam. Students, you know, in the focus area of plant kingdom there is algae and bryophytes. In algae, page number 30 to 32 and the table in the page number 33. These things I already discussed in part 1. Students, I hope you seen that. I wish it will be useful for all of you. Today's second part, bryophytes. So today we are going to discuss about bryophytes. Students, you know, where these bryophytes are seen, they usually occur in damp, humid and shaded localities. കുട്ടികളെ, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്ന പ്ലാന്റ്സ്, നമ്മൾ ആദ്യം പ്ലാന്റ്സിൽ ഏതാണ് പഠിച്ചത്? ആൽഗെ. ആൽഗയേക്കാൾ കുറച്ചുകൂടെ വികാസം പ്രാപിച്ച സസ്യങ്ങളാണ് ബ്രയോഫൈറ്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. ഈ ഒരു കിണർ അല്ലേ, കിണറിനോട് ചേർന്ന് നല്ല ഈർപ്പമുള്ള ഭാഗത്ത് കാർപ്പറ്റ് പോലെ വളർന്നു വരുന്ന കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭിത്തികൾ പോലെ വളരുന്നതാണ് ഇവിടെ കാണുന്ന ബ്രയോഫൈറ്റ്സ്. അപ്പം നമ്മൾക്ക് പറയാം, ബ്രയോഫൈറ്റ്സ് എങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വളരുന്നത്? കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണോ? അല്ല, തണലുള്ളതും ഈർപ്പമുള്ളതും ആയ പ്രദേശങ്ങളിലാണ് ഇവർ കൂടുതൽ വളരുന്നത്. ഓക്കെ, so we can say bryophytes occur in damp, humid and shaded localities. Okay, now just how we studied algae, here also first we should be familiar with some examples. See here, Rixia. ഇൻ്റർലോക്ക് ഒന്നും ചെയ്യാത്ത മുറ്റങ്ങളിലൊക്കെ നമുക്ക് ഷെയ്ഡുള്ളിടത്ത് ഈ രീതിയിൽ മണ്ണിൽ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ മണ്ണിനോട് ചേർന്ന് കിടന്ന് പ്രോസ്ട്രേറ്റ് ആയിട്ട് മണ്ണിനോട് ചേർന്ന് പരന്ന് കിടന്ന് വളരുന്ന ഈ ബ്രയോഫൈറ്റ്സിനെ കാണാൻ പറ്റും. ഇതാണ് റിക്സിയ. ആ ഒരു റിക്സിയ പ്ലാന്റ് അല്പം വലുതായിട്ട് സൂം ചെയ്തെടുത്ത ഫോട്ടോയാണ് ഈ കാണുന്നത്. നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ മൺതിട്ടകളുടെ മുകളിലും മറ്റ് വാളിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഈ ഒരു ചെടി കാണാൻ പറ്റും. മാർക്കാൻഷ്യ. ഓക്കെ, യു നോ മാർക്കാൻഷ്യയുടെ ഡയഗ്രാം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഹിയർ ഈസ് മാർക്കാൻഷ്യ. ഹിയർ ഈസ് മാർക്കാൻഷ്യ. നൗ ഹിയർ നമ്മൾ നേരത്തെ കിണറിൻ്റെ ആ ചുറ്റുമായിട്ട് കണ്ടു അല്ലേ, കാർപ്പറ്റ് പോലെ നിൽക്കുന്നത്, ചെറിയ ഇലകൾ പോലെയുള്ളത്. ആ ചെടി ബ്രയോഫൈറ്റാണ് ഫുനേറിയ. ഓക്കെ, ആ ഫുനേറിയയെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് കുറച്ചുകൂടെ വളർന്ന ശേഷമുള്ള പിക്ചറാണ് ഈ കാണുന്നത്. ദിസ് ഫുനേറിയ ആൻഡ് സ്പാഗ്നം ആർ ലിറ്റിൽ മോർ ഡെവലപ്ഡ് കമ്പയർഡ് ടു റിക്സിയ ആൻഡ് മാർക്കാൻഷ്യ. Okay students, so these are the examples for bryophytes. What are they? Rixia, Markantia, Funaria and Sphagnum. Students, the plant body of bryophytes, this is thallus like and prostrate. Example for prostrate: thallus, Rixia and Markantia. Then erect thallus, erect example Funaria. Okay, and they may be attached to substratum by root like things. They are called rhizoids. This may be unicellular or multicellular. You see, Funaria is erect. You can see that Funaria is, you can see the Funaria is erect and this Markantia is prostrate. Okay, and both are having rhizoids. See here, rhizoids. Okay, here is rhizoids. Both Markantia and Funaria, you can see rhizoids. And you can see their body is more differentiated than that of algae.
ബ്രയോഫൈറ്റ്സിൻ്റെ ബോഡി എന്ന് പറയുന്നത് ആൽഗയേക്കാൾ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും നിലത്തിങ്ങനെ പരന്ന് വളരുന്നതായിരിക്കാം. അതോടൊപ്പം തന്നെ ചിലത് ഉയർന്നു വളരാം. അത് വളരെ ചെറിയ ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് വേരുകൾക്ക് പകരം യൂണിസെല്ലുലാറായിട്ടുള്ള അല്ലെ മൾട്ടി സെല്ലുലാറായിട്ടുള്ള വേര് പോലുള്ള ചില സ്ട്രക്ചേഴ്സാണുള്ളത്. അതിനെ നമ്മൾ റൈസോയിഡ്സ് എന്നാണ് വിളിക്കുക. റൈസോയിഡ്സ്. സ്റ്റുഡൻസ്, there is no true roots. So we can say true roots, stem or leaves. Okay, ഇത്തരം ചെടികൾക്ക് ബ്രയോഫൈറ്റ്സിന് യഥാർത്ഥത്തിലുള്ള വേരുകളും ഇലകളും തണ്ടുകളും ഇല്ല. കാരണം യഥാർത്ഥത്തിൽ ഒരു ലീഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വാസ്കുലർ ടിഷ്യൂ വേണം. ലീഫ്, സ്റ്റം, റൂട്ടിലൊക്കെ വാസ്കുലർ ടിഷ്യൂ വേണം. ഇതിൻ്റെ അകത്തുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പാരങ്കൈമ ടിഷ്യൂസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ട്രൂ റൂട്ട്സ്, സ്റ്റം, ലീഫ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയുന്നത് ദീസ് ആർ ഹാവിങ്, യു ക്യാൻ സി ലീഫ് ലൈക്ക്, വി ക്യാൻ സേ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, നോട്ട് ട്രൂ ലീഫ്, ലീഫ് ലൈക്ക്. Then there is stem like. Then rhizoids are root like structures. So some are having root like, stem like, leaf like structure. Example, Funaria. Once again, the main plant body consists of leaf like, stem like and root like structures. They are rhizoids. Root like structures are called rhizoids. So this phase of their life cycle or this part of this plant is called a gametophyte. Gametophyte. Why it is called a gametophyte? Because this is the plant body which produces gametes. Gametophyte means here it produces gametes. So the plant body which produces gametes are called a gametophytes. Gametes. Then these gametophytes are haploid. They are haploid. You know what is haploid and diploid. See, our body cell, how many chromosomes are there? In case of human cell, how many chromosomes are there in case of human? In case of human cell, you know there are 46 chromosomes. That is 23, 2 pairs. One complete set is called a genome. One complete set is called a genome. So in our body cell, there are 2 copies of genome. 2 copies of genome. So an organism, if it contains 2 copies of genome, that is called diploid. Then when there is only 1 copy of genome, for example, human gametes, in human gametes there will be only 23 chromosomes. Then we can call it as haploid. These cell are haploid. Likewise, here in bryophytes, their gametophytes are haploid. That means they have only 1 copy of genome. Okay, and this gametophyte is the dominant phase in bryophytes. Dominant phase. This is the dominant phase of bryophytes. So which is the dominant phase of bryophytes? The dominant phase of bryophytes, it is gametophyte. Gametophyte is the dominant phase. Now students, after sexual reproduction, they develop another structure on this gametophyte, which is called a sporophyte. Okay, so here is sporophyte. This generation is called a sporophyte. Okay, and this sporophyte has footer, then seta, then this structure capsule. Okay, these 3 structures together we can call it as sporophyte. Okay, and this sporophyte, it is diploid. Sporophyte is diploid. So remember, gametophyte is haploid, sporophyte is diploid. And you see here, the sporophyte, it depends on gametophyte. Okay, see, the sporophyte is attached on this gametophyte. So we can say in bryophytes, you can say sporophyte depends on gametophyte. So sporophyte is diploid, sporophyte depends on gametophyte. So here 2 important points are,
1. Which is the dominant phase of bryophytes? Gametophyte is the dominant phase. Which is the dominant phase of bryophytes? Students, try to give me answer. You say the answer. Which is the dominant phase of bryophytes? Yes, gametophyte. Okay. And which is the diploid phase of bryophyte? Yes, it is called a sporophyte. And this sporophyte depends on gametophyte. Sporophyte depends on gametophyte. Okay, so there are two phases in their life cycle, or two plant bodies there, gametophyte and sporophyte. You can see that sporophyte depends on gametophyte, and gametophyte is photosynthetic. Gametophyte prepare food, absorb nutrients, water, everything. Then this will be given to sporophyte also. Some sporophytes can do partially some autotrophic are there, but in general character we can take sporophyte depends on gametophyte. This is very important point. And the sporophyte is diploid, gametophyte is haploid. This point is common. Sporophyte is diploid in case of pteridophytes, gymnosperm, angiosperm. In all that cases we can say sporophyte is always diploid and gametophyte is always haploid. What is gametophyte? The plant body which produces gametes is called a gametophyte. Okay. So archegonium is the female sex organ that produces gametes, female gamete, egg. And antheridium is the male sex organ that produces male gamete. Male gamete is called anthrozoid and female gamete is called egg. You see, anthrozoids are having two flagella. So anthrozoids will swim in water. So many anthrozoids will be released into water. Now these anthrozoids will swim and this will reach in archegonia. So within the archegonia, anthrozoid enters inside the archegonia and fuses with the egg. So this egg and anthrozoids fuses to form zygote, and zygote will be diploid. Why this zygote is diploid? Students, why this zygote is diploid? You know why zygote is diploid? Because anthrozoids are haploid, because they are produced from gametophyte, and egg also haploid, gametes are haploid. Now these two N fuses and form N plus N 2N zygote. Okay, and students, you know, for the movement of anthrozoids requires water. Water is required for the movement of anthrozoids. That means water, the sexual reproduction depends on water. Okay, sexual reproduction in bryophytes depends on water. Just like that amphibians, right? Since bryophytes sexual reproduction depends on water, otherwise their sexual life cycle can complete only in the presence of water. So they are called amphibians of plant kingdom. Okay, this is very important question for your board exam, sure question. Why bryophytes are called amphibians of plant kingdom? All of you give me answer. Why bryophytes are called amphibians of plant kingdom? Because bryophytes depend on water for sexual reproduction. Through the water, anthrozoids swim and reaches in archegonia. So they can complete their life cycle, sexual cycle, only in the presence of water. So they are called amphibians of plant kingdom. For your exam, you have to write only one point. Sexual reproduction of bryophytes depends on water. If you want, you can write details. Where water is required for the movement of anthrozoid, water is required. Then only anthrozoids can reach on archegonia. Hope you understood. So after their fusion, we got what? Zygote. And zygote is diploid. That means zygote is the sporophyte. Okay. So this is the first cell of sporophyte.
Which is the first cell of sporophyte? Yes, zygote is the first cell of sporophyte. Zygote is the first cell of sporophyte because it is formed by the fusion of two haploid gametes. Now students, everything takes place on this gametophyte, right? On this, within this gametophyte itself, all this fusion and zygote formation, everything takes place here. See, zygotes are formed here. Okay. Now, the zygote develop into sporophyte, a multicellular structure called a sporophyte. Okay. Zygote develop into a multicellular structure called a sporophyte. Okay. And that sporophyte differentiated into food, seta, and capsule. Students, what are the three parts of sporophyte? Food, seta, and capsule. And you know, this sporophyte is diploid. So, zygote develop into a multicellular sporophyte, which is differentiated into capsule, food, seta, and capsule. Which is the first cell of the sporophyte? Zygote. What are the three parts of a multicellular sporophyte? Food, seta, and capsule. Now students, there will be meiosis within the cells of, there will be meiosis takes place. Where meiosis takes place? Meiosis takes place in within the capsule. And there forms many haploid cells. Students, you know, when a diploid cell undergo meiosis, there will be haploid cell. So in meiosis, diploid cell converted to haploid cell. So within the sporophyte, again haploid cells are formed. These are called spores. What are they? These are called spores. Okay. So spores are haploid. So we can say spores are the first cell of gametophyte. Spores are first cell of gametophyte. So which is the first cell of sporophyte? First cell of the sporophyte is it is, you know, first cell of sporophyte, zygote, first cell of gametophyte, it is spores. Now the spores germinate and gives gametophyte. Spore is only the first cell of gametophyte. Spore develop into multicellular gametophyte. So students, in this life cycle, you can see both multicellular gametophyte and sporophyte. Okay. So their life cycle is called a haplodiplontic. What is the life cycle of bryophytes? Haplodiplontic. Life cycle is haplodiplontic. Okay. Because there is a haploid phase and also diploid phase. Both are multicellular. But among this, which is dominant? That is gametophyte. What about sporophyte? Sporophyte depends on gametophyte for their food. Okay. Only gametophyte is completely autotrophic. But some sporophytes are partially autotrophic. Still, it depends on gametophyte. So students, so there you can see multicellular haplodic stage and diplodic stage. So it is called a haplodiplodic life cycle. Now I will explain in Malayalam. Male sex organ ഏതാണ്? ആന്തരീഡിയം. ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. അപ്പോൾ ആന്തരീഡിയത്തിൻ്റെ അകത്ത് ധാരാളം ആന്ത്രോസോയിഡ്സ് ഉണ്ടാവും. ആർക്കിഗോണിയത്തിൻ്റെ അകത്ത് ഒരു എഗ്ഗും ഉണ്ടാവും. ഇനി ആന്ത്രോസോയിഡ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി ലൈറ്റായിട്ട് വാട്ടർ ആവശ്യമാണ്. ഈ വാട്ടറിലേക്കാണ് ആന്തരീഡിയം ആന്ത്രോസോയിഡ്സിനെ റിലീസ് ചെയ്യുക. അപ്പോൾ ഈ വാട്ടറിലൂടെ, ഇതിന് ഫ്ലാജെല്ല ഉള്ളതുകൊണ്ട് വാട്ടറിലൂടെ സ്വിം ചെയ്ത് ആർക്കിഗോണിയത്തിലെത്തും. ആർക്കിഗോണിയത്തിൻ്റെ അകത്ത് കയറി എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ഇത് നമ്മൾ സിഗ്താണ്ടം അല്ലെങ്കിൽ സൈഗോട്ട് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഈ വെള്ളത്തിലൂടെയാണ് ആന്തരീഡിയം റിലീസ് ചെയ്യുന്ന ആന്ത്രോസോയിഡ് ആർക്കിഗോണിയത്തിലെത്തുന്നത് അല്ലേ. അപ്പോൾ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ അവർ ഏതിൽ ആശ്രയിക്കുന്നു? വെള്ളത്തിൽ ആശ്രയിച്ചിട്ടാണ്. their sexual reproduction depends on water. So they are called amphibians of plant kingdom. എന്താണ് ആംഫീബിയൻസ്? ഉഭയജീവികൾ അല്ലേ. നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ ഉഭയജീവികൾ ഏതാണ്?
ആംഫീബിയൻസ് ആദ്യം ഫ്രോഗ് അല്ലേ, തവളകളൊക്കെ ഉഭയജീവികളാണ്. അവർക്ക് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ജീവിതഘട്ടം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് വെള്ളം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ബ്രയോഫൈറ്റ്സിന് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. സോ ദേ ആർ കോൾഡ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ പഴയകാല വർഷങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വൈ ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്യാമേറ്റ്സും എൻ ആണ്, ഹാപ്ലോയിഡാണ്. ഇത് രണ്ടും ഫ്യൂസ് ചെയ്ത് നമ്മൾക്ക് എന്ത് കിട്ടും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സൈഗോട്ട് കിട്ടും. ഈ സൈഗോട്ടിനെ നമ്മൾക്ക് പറയാം സ്പോറോഫൈറ്റിൻ്റെ ആദ്യത്തെ സെല്ലെന്ന്. കാരണം എന്താ? സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ജീവിതചക്രത്തിൽ എപ്പോഴാണ് ഡിപ്ലോയിഡ് സെൽ ഉണ്ടാകുന്നത്? ആദ്യത്തെ ഡിപ്ലോയിഡ് സെല്ലാണ് സ്പോറോഫൈറ്റ്. സ്പോറോഫൈറ്റ് ഇസ് ദ ഫസ്റ്റ് സെൽ ഓഫ് സൈഗോട്ട് ഇസ് ദ ഫസ്റ്റ് സെൽ ഓഫ് സ്പോറോഫൈറ്റ്. ദെൻ ഈ സൈഗോട്ട് സാധാ മൈറ്റോസിസ്, ക്രമഭംഗം സംഭവിച്ചിട്ട് അതൊരു മൾട്ടി സെല്ലുലാർ സ്ട്രക്ചറായി മാറും. അതും സ്പോറോഫൈറ്റ് തന്നെയാണ്, മൾട്ടി സെല്ലുലാർ സ്പോറോഫൈറ്റ്. ഓക്കെ, അതിന് 3 ഭാഗങ്ങളാണ് ഉണ്ടാകുക: ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ. സോ സ്പോറോഫൈറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഫൂട്ട്, സീറ്റ ആൻഡ് ക്യാപ്സ്യൂൾ. ഇതിൽ ക്യാപ്സ്യൂളിൻ്റെ അകത്തുള്ള ചില കോശങ്ങൾക്ക് ഊനഭംഗം സംഭവിക്കും. ഊനഭംഗം എന്ന് പറഞ്ഞാൽ എന്താ? മിയോസിസ് അല്ലേ. മിയോസിസ് നടന്നാൽ ആ സെല്ലിൻ്റെ ക്രോമോസോം നമ്പർ പകുതിയാവും. അതായത് ഡിപ്ലോയിഡ് സെല്ല് ഹാപ്ലോയിഡായി മാറും. അപ്പോൾ ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്യാമറ്റോഫൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ അകത്ത് മിയോസിസ് നടന്ന് വീണ്ടും ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു. അപ്പോഴുണ്ടാകുന്ന ആ ഗ്യാമറ്റോഫൈറ്റിനെ നമ്മൾ സ്പോസ് എന്നാണ് വിളിക്കുക. തരിയായിരിക്കും അല്ലേ, വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്പോസ് അവിടെ ഉണ്ടാവുക. ഈ സ്പോസിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് സെൽ ഓഫ് ദ ഗ്യാമറ്റോഫൈറ്റ്. കാരണം ഇതാണ് ആദ്യത്തെ ഹാപ്ലോയിഡ് സ്ട്രക്ചർ. ഇനി സ്പോസ് മണ്ണിൽ വീണ് അതിൽ നിന്നും വീണ്ടും ഗ്യാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. ആ കംപ്ലീറ്റ് ഗ്യാമറ്റോഫൈറ്റ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ, സാധാരണ ആൽഗകളിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരൊറ്റ ഉള്ളൂ. ഏതാത്? സൈഗോട്ട് മാത്രം അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ലൈഫ് സൈക്കിൾ ഡിപ്ലോയിഡിക് എന്നാണ് പറയാം. പക്ഷേ ബ്രയോഫൈറ്റ്സിൽ നോക്കിയേ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഒരു മൾട്ടി സെല്ലുലാറാണ്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറും മൾട്ടി സെല്ലുലാർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിളിനെ ഹാപ്ലോ ഡിപ്ലോയിഡിക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഗ്യാമറ്റോഫൈറ്റ്, ഞാൻ ഗ്രീൻ കളറിൽ വരച്ചിരിക്കണേ, അതല്ലേ കൂടുതൽ കാലം ഉണ്ടാവുന്നത്, കൂടുതൽ കാലം കാണുന്നത്. നമ്മളിപ്പം ഞാൻ നേരത്തെ കിണറിൻ്റെ സൈഡിലൊക്കെയുള്ള ഈ പച്ച കാർപ്പറ്റ് പോലുള്ളത് കാണിച്ചു തന്നായിരുന്നു അല്ലേ. അതിന് കുറേ കഴിയുമ്പോഴാണ് മുകളിൽ സ്പോറോഫൈറ്റ് ഉണ്ടാകുന്നത്. കൂടുതൽ കാലം ആ പച്ച നിറത്തിലുള്ള ആ ഇലകൾ പോലുള്ള ഭാഗം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബ്രയോഫൈറ്റ്സിലെ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് അല്ലെങ്കിൽ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ഗ്യാമറ്റോഫൈറ്റ് തന്നെയാണ്. ഗ്യാമറ്റോഫൈറ്റിൻ്റെ മുകളിലാണ് ആരുണ്ടാകുന്നത്? സ്പോറോഫൈറ്റ്. അപ്പോൾ സ്പോറോഫൈറ്റ് അതിന് വേണ്ടുന്ന വെള്ളത്തിനും ഫുഡിനൊക്കെ കൂടുതലായി ആശ്രയിക്കുക ഗ്യാമറ്റോഫൈറ്റിനായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോറോഫൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഗ്യാമറ്റോഫൈറ്റ്. അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ബ്രയോഫൈറ്റിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ, ഫീമെയിൽ സെക്സ് ഓർഗൻ, ഏതൊക്കെയാണ് അതിൻ്റെ ഗ്യാമേറ്റ്, ബ്രയോഫൈറ്റ്സിനെ എന്തുകൊണ്ടാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കുന്നത്, സ്പോറോഫൈറ്റിന് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളത്, സ്പോറോഫൈറ്റിൽ ഏത് തരം ഡിവിഷൻ നടക്കുമ്പോഴാണ് സ്പോസ് ഉണ്ടാകുന്നത്. സ്പോറോഫൈറ്റിൻ്റെ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം അത് നടക്കുമ്പോഴാണ് സ്പോസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. ഞാൻ ഇതൊക്കെ വളരെ ചുരുക്കിയിട്ട് ക്വസ്റ്റ്യനായിട്ട് ഇതിൻ്റെ അവസാനം തരാം. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക, അവസാനത്തെ ഭാഗം മാത്രം നോക്കിയാൽ മതിയാവും. എങ്ങനെയായിരുന്നാലും ഈ വീഡിയോസ് കംപ്ലീറ്റ് കണ്ട ശേഷം റിവിഷൻ്റെ സമയത്ത് ആ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങളൊന്ന് നോക്കുക, ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. Here you can see that sporophyte and gametophyte of Funaria. Here is the real photos of Funaria. There you can see on the top you can see that sporophyte. Here is sporophyte. Many sporophyte is there, and below here gametophyte. Okay. Then here is the real one diagram of that Funaria. In this diagram you can see that sporophyte and gametophyte is there. Sporophyte diploid, gametophyte haploid, and it is clear sporophyte depends on gametophyte and sporophyte diploid, gametophyte haploid. Economic importance of bryophytes. It serves as a food for herbaceous mammals, birds and other animals. Then one of the moss, that is sphagnum, that provide peat. That's why it is called a peat moss. And this sphagnum we obtain from peat, which is used as fuel and also used as a
packing material for transshipment of living material because their capacity to hold water. So the the peat that obtains from sphagnum has a capacity to hold water. So we can use this sphagnum for the transshipment of living material. Especially we can for the transport of plantlets, new plants, seedlings. We can pack in peat. Here you can see that one seedling is packed in or planted in peat. It has high capacity to hold water. That's why peat is used as a packing material. And students, here you can see this is sphagnum. Okay, and here is your textbook picture. There are two branches, antheradial branches and archegonial branches. Okay, next, you know that mosses reduce the impact of falling rain and prevent soil erosion. So here you can see that moss that form a carpet like, it covers the soil surface, so it reduces soil erosion. Then these are the economic importance of bryophytes. Students, ചില ബ്രയോഫൈറ്റ്സ് ഒക്കെ ചില ഓർഗാനിസത്തിന് ഫുഡ് ആവുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വാഗ്നം എന്ന് പറയുന്ന ഒരു മോസ് അല്ലെ ബ്രയോഫൈറ്റ്, അത് പൂർണ്ണമായി ഡീക്കേ ചെയ്യില്ല, പൂർണ്ണമായി അഴുകിപ്പോയില്ല. അപ്പോൾ അങ്ങനെ അതൊരു പീറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് കളേർഡായ ഒരു സബ്സ്റ്റൻസായി മാറും. അത് നമ്മൾക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ലൈവ് മെറ്റീരിയൽ, ജീവനുള്ളവയെ അല്ലെങ്കിൽ ചെടികളെയൊക്കെ പാക്ക് ചെയ്ത് ദൂരപ്രദേശത്തേക്ക് അയക്കുമ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്വാഗ്നത്തിൽ ചെടി വച്ചിട്ട് കൊടുക്കാം. കാരണം സ്വാഗ്നത്തിന് ഒരുപാട് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള, വാട്ടർ പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈ മോസ് നന്നായിട്ട് വളർന്നുകൊണ്ട് മഴവെള്ളം വീഴുമ്പോൾ മണ്ണിലേക്ക് അതിൻ്റെ ഒരു ശക്തി കുറയും. അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് കുറയ്ക്കാൻ പറ്റും. ഇത്രയൊക്കെ ഇതിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്വാഗ്നം. From sphagnum we obtain what? From sphagnum we get peat, and peat is used as a fuel and also used as a packing material. So in the economic importance of bryophytes, this topic is important topic. Then bryophytes are divided into liverworts and mosses. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഫോക്കസ് ഏരിയയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. liverworts and mosses. Bryophytes are divided into liverworts and mosses. See, എന്താണ് ലിവർവേർഡ്സും മോസസും തമ്മിലുള്ള ഡിഫറൻസ്? ആ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അല്ലേ? ലിവർവേർഡ്സ് എന്താണ്? അത് താലോയിഡാണ്. അതിന് ലീഫ്, സ്റ്റെമ്മ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. താലോയിഡാണ്. ഡോർസി വെൻട്രലി ഫ്ലാറ്റൻഡ് ആണ്. മണ്ണോട് അല്ലെങ്കിൽ അത് എവിടെയാണോ വളരുന്നത് ആ സബ്സ്ട്രാറ്റത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പരന്ന് ചേർന്ന് വളരുകയാണ് ചെയ്യുന്നത്. അതാണ് പ്ലാന്റ് ബോഡീസ് താലോയിഡ് ആൻഡ് ഡോർസി വെൻട്രൽ. Then what about in mosses? Mosses you can see ഇതിൻ്റെ ഗ്യാമറ്റോഫൈറ്റിന് രണ്ട് സ്റ്റേജസ് ഉള്ളത്, പ്രോട്ടോണിമ ആൻഡ് ലീഫി സ്റ്റേജ്. എവിടെ നിന്നാണ് ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്? സ്പോറിൽ നിന്നാണ് അല്ലേ? അപ്പോൾ സ്പോറ് മണ്ണിലെത്തുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്ത് ആദ്യം ഉണ്ടാകുന്നത് ഒരു ഫിലമെൻ്റസ് ഫോം ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് പ്രോട്ടോണിമ. ആ ഫിലമെൻ്റസ് ഫോമിൽ നിന്നാണ് അടുത്ത ഗ്യാമറ്റോഫൈറ്റിൻ്റെ സ്റ്റേജ് വരുന്നത്, അതായത് ലീഫി സ്റ്റേജ്. അതിനാണ് ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾക്ക് ലിവർവേർഡ്സിലേക്ക് വരാം. ലിവർവേർഡ്സിൽ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ബൈ ഗെമ്മെ ഫോർമേഷൻ. Gemma are green multicellular asexual buds developed in gemma cup. See, on the thallus you can see many cup-shaped structure. മാർക്കാൻഷ്യയിലൊക്കെയാണ് ഇത് കാണുന്നത്. മാർക്കാൻഷ്യയിലൊക്കെ താലസിൻ്റെ പുറത്ത് അതിൻ്റെ വെജിറ്റേറ്റീവ് ഗ്യാമറ്റോഫൈറ്റിൻ്റെ പുറമെ ചെറിയ കപ്പ് ഷേപ്പിൽ ഗ്രീൻ കളർ കപ്പ് ഷേപ്പ് സ്ട്രക്ചേഴ്സ് കാണും. ആ കപ്പിൻ്റെ അകത്ത് ഗ്രീൻ കളർ മൾട്ടി സെല്ലുലറായ ചെറു ബഡ്സ് കാണും. ഇത് പിന്നീട് മണ്ണിലേക്ക് വീഴുമ്പോൾ പുതിയ ഗ്യാമറ്റോഫൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ദീസ് ആർ ദ ടു വേ ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ liverworts, fragmentation and gemme. And in liverworts there is also fragmentation and budding, but gemmes are not there. But you see students, here in mosses sporophyte is highly developed. Okay, so sporophyte is more elaborate in mosses than liverworts. So these are only main difference. So liverworts example
Markantia rixia. Moses example, Funaria sphagnum. Then one Markantiയുടെ രണ്ട് പിക്ചേഴ്സ് NCERT-യിലുണ്ട്. അവിടെ മാർക്കാൻഷ്യയുടെ പ്രത്യേകത അവർ ഡയേഷ്യസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഡയേഷ്യസ്? ദർ ഇസ് സെപ്പറേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്. Okay, here first one male, we can see here it is male. Male gametophyte has antheridiophore and the female archegoniophore. So male gametophyte എന്തുണ്ടാവും? ആന്തറിഡിയോഫോർ. ഈ ആന്തറിഡിയോഫോറിൻ്റെ അകത്താണ് ആന്തരീഡിയം ഉണ്ടാവുക. ആന്തരീഡിയം റിലീസസ് വാട്ട്? യാ, മെയിൽ ഗാമിറ്റ്സ്, വിച്ച് ഇസ് ഇറ്റ്? ടു ഫ്ലാജെല്ലേറ്റഡ് സ്ട്രക്ചർ? യെസ്, anthrozoids. Anthrozoids are released from antheridium. Male gamete, anthrozoids. Now see the female gamete. In female gametophyte, you can see archegoniophore. In female gametophyte, you can see archegoniophore. Now the anthrozoids and come to this archegoniophore, then enter to archegonia. In archegonia, there will be egg. This egg and anthrozoid fuse to form the zygote. That zygote develops into sporophyte. So sporophyte later develops on female gametophyte. So here also you can see that sporophyte depends on gametophyte. Now we can do some questions. Why are bryophytes are called amphibians of plant kingdom? You know. So answer, bryophytes live in soil but are dependent on water for sexual reproduction. So we can say bryophytes sexual reproduction depends on water. What is the need of water? You know, the anthrozoids or male gamete are released into water. Now the anthrozoids swim and reaches archegonium. So for the transport of this male gamete into the female reproductive organ, they require water. Okay, so just like other amphibians, example frog. Okay, frog also require water for the completion of their life cycle. Likewise, bryophytes also require water for the completion of their life cycle. Now identify the following plants. First one you can see, this is female Markantia and its female thallus, female gametophyte. This is female gametophyte of Markantia, and you can see their rhizoids, archegoniophore and gammecarp. Next one is male gamete of Markantia, male gametophyte of Markantia. And third one, you know, Funaria. You know, Funaria is under Moses. Okay, Markantia under liverworts. And the third one, it is sphagnum. You know, sphagnum is called a peat moss. Okay, this is called a sphagnum. So Funaria and sphagnum are under mosses. What are the plants here? Markantia, Funaria, sphagnum. Now identify A, B, C, D, E, F, G, H, I. What is A? A, you know, part of the sporophyte, which is a capsule. Yes, capsule. Next, what about B? Seta. Then C, rhizoids. Next, D, sporophyte. E, gametophyte. F, antheridiophore. What about G? Here in this picture, G, yes, this is gammecarp, which contain asexual bud called a gamme. Then here is rhizoids. Okay, and this I, yes, I is archegoniophore, which contains archegonium. Then again there is gammecarp and rhizoids. Okay, next, which is the male sex organ of bryophytes? Antheridium. Then the female sex organ, yes, female sex organ is archegonium, you know, which contains one egg, but antheridium produces many male gametes. The gametophyte of bryophytes is free living and haploid.
Then the sporophyte of bryophytes depends on gametophyte. Depends on gametophyte. And they are diploid. 2n or diploid. Then spore is gametophyte. Then what about zygote? Yes, zygote is sporophyte. Zygote is the first cell of sporophyte. Spore is the first cell of gametophyte. Next, which moss is known as peat moss? You know, sphagnum. Sphagnum is known as peat moss. Then, what are the uses of sphagnum peat? One thing, you know, we can use it as a fuel. Second one, it is used as a packing material. Sphagnum is used as a fuel and also packing material for transshipment of living material, and it's also because these are used as a packing material because of their water holding capacity. Sphagnum fuel ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ധാരാളം വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളതുകൊണ്ട് തന്നെ ലിവിങ് മെറ്റീരിയൽസ് ഒക്കെ ട്രാൻസ്പോർട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കാനൊക്കെ ഈ സ്ഫാഗ്നം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. So students, by this video, the second chapter of botany, plant kingdom, is over. So within 1 week I will upload, within 3 days I will upload, and third chapter of botany, that is morphology of flowering plants. Okay, so this second chapter, plant kingdom, is over. Friends, here in bryophytes, very important point, what is peat moss and why bryophytes are called amphibians of plant kingdom. Okay.